വടയിട്ടിനിടെയാണ് രാവിലെ കഴിക്കാൻ വന്നിരുന്നത് ബീഷപ്പവും പിന്നെ കിഴങ്ങ് സ്റ്റൂ ആയിരുന്നേ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അപ്പ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഈസ്റ്ററിന് ഈ കിണ്ണത്തപ്പം അല്ലേ മെയിൻ. ഉച്ചക്ക് ചോറും ഈ ഒരു കൂർക്ക മെഴുക്കുവരട്ടി ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ പിന്നെ മത്തങ്ങാക്കറി അച്ചാറുമായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകണമായിരുന്നു. ഇവിടെ വെളിയിലിറങ്ങിയ അപ്പൊ എനിക്ക് സ്ട്രോബെറിയും ചോക്ലേറ്റും കിട്ടുന്ന കടയിലോട്ട് പോകണം കേട്ടോ. പക്ഷെ അത് ഇന്ന് അടവായിരുന്നേ. 6 കഴിഞ്ഞിട്ടാട്ടോ തുറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കട തുറക്കുന്ന ഒരു വെളിയിൽ ഒരു ചായ കുടിച്ച് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ. ചായയും പിന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആട്ടോ ആദ്യം കഴിച്ചിരുന്നത്. പിന്നെയും വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ആ കട തുറന്നിട്ടില്ലായിരുന്നേ. അപ്പൊ ഒരു ചിക്കൻ നെക്ലേസും കൂടി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടൻ വന്ന് കട തുറന്നിട്ടുണ്ടായിരുന്നേ. അവിടുന്ന് ആദ്യം ഞങ്ങൾ ഒരു വാഫിൾസ് ആട്ടോ മേടിച്ചത്. ഇത് സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ വരുന്ന ഒരു വാഫിൾസ് ആണ്. ഞാൻ ഈ ഒരു വാഫിൾസ് വലിയ സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ട് ഞാൻ എന്നും മേടിക്കുന്ന പോലെ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടെ മേടിച്ചു നോക്കാൻ വിചാരിച്ചു. അതിൽ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആട്ടോ മേടിച്ചത്. ഇതിൽ കുനാഫയും കൂടെ വരുന്ന ഒരു ലണ്ടൻ ചോക്ലേറ്റ് സ്ട്രോബെറി ആട്ടോ. എനിക്ക് അറിഞ്ഞൂടെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിച്ച് മത്തായപ്പോഴത്തേക്ക് ഒരു കരിമ്പൻ ജ്യൂസ് കൂടി മേടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഒന്ന് രാത്രി കഴിക്കുന്നില്ലെന്നാട്ടോ വിചാരിച്ചത്. അപ്പോഴേക്കും അപ്പ ഒരു മാംഗോ ഷേക്ക് അടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതും കൂടെ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി.